ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് പിസ്സ സോസിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ ഇത് എത്ര പെർഫെക്റ്റ് ടേസ്റ്റോടെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി മിക്സിയിൽ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തത്, അതേപോലെ തന്നെ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള സബോള ചോപ്പ് ചെയ്തത്, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒറിഗാനോ. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പിസയുടെ സോസ് ഈ ഒരു അളവിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു പാത്രത്തിലേക്ക് റിഫൈൻഡ് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ ചെറിയ രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3-4 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ചെറിയ രീതിയിൽ തിളപ്പിച്ചെടുക്കാം. ഇതിൽ ഓവറായിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് വറ്റി പോകണം. ഈ സമയം ഇതിലേക്ക് ഷുഗറോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 10 സെക്കൻഡ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവണം. കുറച്ചുകൂടെ വാട്ടർ കണ്ടൻ്റ് ഉള്ളതെല്ലാം പോവണം. അപ്പോൾ അതുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ല കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ സോസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. കൂടുതലും വീട്ടിലൊക്കെ പിസ്സ ഉണ്ടാക്കുന്നവരെ ഇതിൻ്റെ സോസ് പുറത്തെ കടകളിൽ നിന്നായിരിക്കും മേടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് വീട്ടിലും തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.